Hi all, this is Meera from Eduwizz Academy. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പം ടോക്സിക്കോളജി ആണ്. സോ എന്താണ് ടോക്സിക്കോളജി? ടോക്സിക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ഡിസിപ്ലിൻ വിച്ച് ഓവർലാപ്പിംഗ് വിത്ത് ബയോളജി, കെമിസ്ട്രി, ഫാർമക്കോളജി ആൻഡ് മെഡിസിൻ, അല്ലേ? എല്ലാം കൂടി കംപ്രൈസ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടോക്സിക്കോളജി എന്ന് പറയുന്നത്, അല്ലേ? ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ of chemical substances on living organisms and practice of diagnosing and treating exposure to toxins and toxicants. ഏതെങ്കിലും ഒരു ലിവിങ് ഓർഗാനിസത്തിൽ ടോക്സിൻ ആയിട്ട് ഉള്ളൊരു മെറ്റീരിയൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കതിനെ കണ്ടുപിടിക്കാനും അതിനെ ട്രീറ്റ് ചെയ്യാനും അതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടോക്സിക്കോളജി എന്ന് പറയുന്ന സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ടോക്സിക്കോളജിയിൽ കുറച്ച് ഫാക്ടേഴ്സ് ഈ ടോക്സിക്കോളജിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഡോസേജ്, ഒന്ന് റൂട്ട് ഓഫ് എക്സ്പോഷർ, പിന്നെ അതർ ഫാക്ടേഴ്സാണ് വരുന്നത്. അപ്പം ഒരാൾ ഏതെങ്കിലും ഒരു പോയിസൺ എടുത്തിട്ട് ഇൻടേക്ക് ചെയ്യാണ്, പോയിസൺ ഇൻടേക്ക് ചെയ്യാണ്. അപ്പം ആള് നമ്മൾ കാണുകയാണ് അല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഒന്ന് വന്നിട്ട് ഡോസേജ്, അല്ലേ? അയാൾ ലാർജ് സിംഗിൾ ഡോസ് ആണോ എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്രോണിക് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണോ നമ്മൾ ആദ്യം നോക്കും, അല്ലേ? അപ്പോൾ അതൊരു ഫാക്ടറാണ്. ഇനി സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ്പോഷറാണ്. ഏത് റൂട്ട് വഴിയാണ് അയാൾക്ക് ആ ടോക്സിൻ കയറിപ്പോയിരിക്കുന്നതെന്ന്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ടാബ്ലറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻഹലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ സ്കിൻ അബ്സോർപ്ഷനും ആയിരിക്കാം, അല്ലേ? സോ അതുപോലെ തന്നെ അതർ ഫാക്ടേഴ്സ്, സ്പീഷീസ്, ഏജ്, സെക്സ്, ഹെൽത്ത്, എൻവയോൺമെൻറ്റൽ, ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്, ഇതെല്ലാം തന്നെ ടോക്സിസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. സോ നമ്മൾ കടക്കാൻ പോവുകയാണ് പോയ്സണിങ്ങിലോട്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ലെഡ് പോയ്സണിങ്. ഓക്കെ, ലെഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലംബിസം എന്ന് പറയുന്ന വേർഡ് കൂടെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ലെഡിൻ്റെ കണ്ടൻറ്റ് കുറേ കാലം ഇങ്ങനെ നമ്മൾ ഇപ്പം പെയിൻറ്റ് കണ്ടോ, താഴെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ലെഡ് ബേസ്ഡ് പെയിൻറ്റ് ആൻഡ് ഇറ്റ്സ് ദസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ഓൾഡർ ബിൽഡിങ്സ് ആർ കോമൺ സോഴ്സസ് ഓഫ് എക്സ്പോഷർ. അതായത് പെയിൻറ്റ് ഇളകി പോകുന്നുണ്ടാവില്ലേ, അതിൽ പെയിൻറ്റിൽ എന്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും? ഡസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ കുറേ കാലം അതുമായിട്ട് എക്സ്പോഷർ വരികയാണെങ്കിൽ നമുക്ക് എന്ത് വരാം? ലെഡ് പോയ്സണിങ് സംഭവിക്കാം, അല്ലേ? യങ് ചിൽഡ്രൻ ആർ എസ്പെഷ്യലി അറ്റ് റിസ്ക്. Okay, occupational exposure such as welding is a common cause for adults. ചിൽഡ്രൻസിലാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് വരാനുള്ള കാരണം വെച്ചാൽ ഇവർ കുഞ്ഞു പിള്ളേരാണെങ്കിൽ വാൾസിലുള്ള പെയിൻറ്റൊക്കെ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കളയുന്നില്ല, സ്ക്രാപ്പ് ചെയ്ത് ചിലപ്പോൾ വായിലിടാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെ വരാം. അതേസമയം നമ്മുടെ അഡൾട്ട്സിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? വെൽഡിങ്, അങ്ങനെയുള്ള എക്സ്പോഷർ മൂലമാണ് വരുന്നത്. സോ അതിൽ വരുന്ന സിംറ്റംസ്, അങ്ങനെ ലെഡ് പോയ്സണിങ് ആയാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിൽ വന്നിട്ട് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, ന്യൂറോളജിക്കലായിട്ട് ചേഞ്ചസ് ഉണ്ടാവും, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, അല്ലേ? ഹൈ ലെവൽസിലാണെങ്കിൽ നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ ലെഡ് പോയ്സണിങ് ആണെങ്കിൽ അതിന് ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞാൽ മറുമരുന്ന്, അല്ലേ? അതിന് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുക്കും? ഒരു പേഷ്യൻറ്റ് ലെഡ് പോയ്സണിങ് ആയിട്ട് നമ്മൾ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? അതാണ് ആൻറ്റിഡോട്ട്, സക്സിമർ. ഓക്കെ, സക്സിമർ ആണ് ഡൈമർ ക്യാപ്റ്റീവ് സക്സീനിക് ആസിഡ് എന്ന് പറയും, സിംപ്ലി DMSA നമ്മൾ പറയും. അപ്പം അതിനൊരു ലെവലുണ്ട്. 45 മൈക്രോഗ്രാം പെർ ഡെസിലിറ്ററിനേക്കാളും കൂടുതലാണെങ്കിലാണ് നമ്മൾ സക്സിമർ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, എൻസെഫാലോപ്പതി ഇല്ലെങ്കിൽ, എൻസെഫാലോപ്പതി എന്ന് പറയുമ്പോൾ ബ്രെയിനിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ്, അല്ലേ? ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ അയാളുടെ പോയ്സൺ കണ്ടൻറ്റ് 45 മൈക്രോഗ്രാം പെർ ഡെസിലിറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് സക്സിമർ കൊടുക്കാം. ഓക്കെ, ഇനി എൻസെഫാലോപ്പതി ഉണ്ട്, അതായത് ബ്രെയിൻ ഇൻഫെക്ഷൻ പ്രസൻ്റ് ആണ്, അയാളുടെ ലെഡിൻ്റെ ലെവലിൽ 70 മൈക്രോഗ്രാം പെർ ഡെസിലിറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഡ്വൽ പാരൻ്റൽ തെറാപ്പിയാണ് കൊടുക്കുക. പാരൻ്റൽ തെറാപ്പി പറയുമ്പോൾ IV ആയിട്ട് നമ്മൾ കൊടുക്കുക. ഒന്ന് ഡൈമർ കാപ്രോളും അതുപോലെ തന്നെ കാൽഷ്യം ഡൈസോഡിയം ADHA നമ്മൾ കൊടുക്കും. സോ ഡൈമർ കാപ്രോളും നമ്മൾ ഇൻട്രാ മസ്കുലർ തെറാപ്പി ആയിട്ടാണ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് 4 മണിക്കൂർ പ്രയർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കാൽഷ്യം ഡൈസോഡിയം ADHA നമ്മൾ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ആൻറ്റിഡോട്ട്. ഇനി അടുത്ത പോയ്സണിങ് നമ്മുടെ സൈനൈഡ് പോയ്സണിങ് ആണ്.
So here death would have occurred quickly following respiratory arrest of oxidative phosphorylation and production of adenosine triphosphate. എന്തുകൊണ്ടാണ് ഈ സയനൈഡ് പോയ്സണിങ് എടുത്ത ആൾക്കാർ മരിക്കാനുള്ള കാരണം? അതായത് പെട്ടെന്ന് തന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കുകയും അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സോ ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ത് കോസ് ചെയ്യും? റെസ്പിറേറ്ററി ഡിപ്രഷൻ കോസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആൾ ഡെത്തായി പോയില്ലേ അല്ലേ? സോ ഓൾദോ ഇത് ആരൊക്കെയാണ് ഈ സൈനൈഡ് യൂസ് ചെയ്യുക? Watchmakers and other professionals who use electroplating may be higher risk of cyanide exposure because many plating baths use cyanide containing ingredients, for example potassium cyanide. അതായത് വാച്ച് മേക്കേഴ്സ് പറഞ്ഞാൽ വാച്ച് നന്നാക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? നമ്മളിപ്പോൾ വാച്ച് പൊട്ട് അല്ലെങ്കിൽ സൂചി ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത്, വാച്ച് റിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ അവരെന്ത് യൂസ് ചെയ്യും? പൊട്ടാസ്യം സൈനൈഡ് യൂസ് ചെയ്യും. അപ്പം സൈനൈഡ് പോയ്സണിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ സൈനൈഡ് ഇൻ ലോ ഡോസസ് ഫ്രം സച്ച് എൻ ഒക്യുപേഷണൽ എക്സ്പോഷർ ക്യാൻ പ്രസൻറ്റ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ആദ്യം എന്തായിരിക്കും? ലോ ഡോസസിലാണെങ്കിൽ അവർക്ക് ബോധം ഉണ്ടാവില്ല. പിന്നെ ഫ്ലഷിങ് എന്ന് പറഞ്ഞാൽ മേത്ത് മൊത്തം ചുവന്ന് തുടുത്ത് പോവുക. അതുപോലെ തന്നെ തലവേദന, കൺഫ്യൂഷൻ, ഡിസ്നിയ, അതായത് ഷോർട്ട് ബ്രീത്ത് എടുക്കാനായിട്ട് പറ്റില്ല, നോസിയ, വോമിറ്റിംഗ്, അറ്റാക്സി എന്ന് പറഞ്ഞാൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല, അവരിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും, നെർവിന് വല്ല പ്രശ്നം വന്നിട്ടുണ്ടാവും. കോമ, സീഷ്യസ് ആൻഡ് ഡെത്ത് മേ ഹാപ്പൻ ഡ്യൂ ടു ദ സൈനൈഡ് പോയ്സണിങ്. സോ നമ്മൾ ദിനം പ്രതി കഴിക്കുന്ന ആപ്പിൾ അല്ലേ, നമ്മളെല്ലാവരും ആപ്പിൾ കഴിക്കുന്ന ആൾക്കാരല്ലേ, ഈ ആപ്പിളിൻ്റെ സീഡിൽ ഒരു പോയ്സൺ ഉണ്ട്. ആപ്പിൾ സീഡ്സ് കണ്ടെയ്ൻ അമൈഡാലിൻ അതെന്ന് പറഞ്ഞ ഒരു കണ്ടൻ്റാണ്. സോ നമ്മളത് ക്രഷ് ചെയ്യുന്ന സമയത്ത് അത് സൈനൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അത് പോയ്സണാണ്. ഓക്കെ, നമ്മൾ ഹൈ ഡോസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, നമുക്ക് ഫേറ്റൽ വരെ കോസ് ചെയ്യാം. സോ ക്രോണിക്കലി വർക്കേഴ്സ് മേ ഡെവലപ്പ് റാഷ് ആഫ്റ്റർ ഹാൻഡ്ലിങ് സൈനൈഡ് സൊല്യൂഷൻ. അതായത് ഈ വാച്ച് മേക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു സൈനൈഡ് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കയ്യിൽ റാഷസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ഓർഡർ ഓഫ് ബിറ്റർ ആൽമണ്ട്സ് മേ ബി പ്രസൻറ്റ്. അതായത് ആൽമണ്ടില്ലേ നമ്മുടെ ബദാം, ആ ബദാമിൻ്റെ ബിറ്റർ ആയാൽ എങ്ങനെയിരിക്കും അതുപോലത്തെ സംഭവങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് എങ്ങനെയായിരിക്കും നമുക്കിത് കണ്ടുപിടിക്കുക വെച്ചാൽ an arterial blood gas and venous blood gas could be obtained to determine if cyanide is present. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസും വീനസ് ബ്ലഡ് ഗ്യാസും നമ്മൾ ആ പേഷ്യൻറ്റിൽ നിന്ന് എടുത്ത് കഴിയുന്ന സമയത്ത് അതിലെന്തുണ്ടാവില്ല, ഓക്സിജൻ ഉണ്ടാവില്ല. ഓക്കെ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സൈനൈഡ് ആൻറ്റിഡോട്ട് കിറ്റാണ് വരുന്നത്. അതിൽ വരുന്നത് അമൈൽ നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, സോഡിയം തയോസൾഫേറ്റ്, ഓക്സിജൻ, സോഡിയം ബൈകാർബണേറ്റ്, ഹൈഡ്രോക്സി കൊബാലമിൻ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സോ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. സോ ഡിക്രീസസ് ദ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്ലഡ്. എന്താ കാർബൺ മോണോക്സൈഡ് അല്ലേ, നമുക്ക് വേണ്ടത് എന്താ, ഓക്സിജൻ ആണല്ലേ. അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ കുറയുകയും കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് വലിയ തോതിൽ നമ്മുടെ ബ്ലഡിൽ കൂടുകയും ചെയ്യും അല്ലേ. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആൽക്കഹോൾ കൺസംഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു മെഷീൻ പോലീസുകാർ പിടിച്ചിട്ടുണ്ടാവില്ലേ, അതിൽ ഊതുന്ന സമയത്ത് അതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്ര ലെവലാണ് നോക്കുക, അപ്പോഴാണ് അത് ബീപ്പ് സൗണ്ട് അടിക്കുക. ഓക്കെ, കാരണം ആൽക്കഹോളിസം കഴിഞ്ഞിട്ട് വരുന്ന മെറ്റബോളിക് പ്രൊഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ആ കാർബൺ മോണോക്സൈഡ്, അപ്പം അത് നമ്മൾ ഇതാക്കും. ഓക്കെ, സോ ക്ലിനിക്കൽ എഫക്ട്സ് ഫ്രം കാർബൺ മോണോക്സൈഡ് ഒക്കെയാണ് ചെറി റെഡ് സ്കിൻ, ഹെഡേക്ക് ആൻഡ് നൗസിയ, CNS ഡിപ്രഷൻ, കൺഫ്യൂഷൻ, ഡ്രൗസിനെസ് ലീഡിങ് ടു അൺകോൺഷ്യസ്നെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പേസ് ഹീറ്റർ, അതായത് പുറം രാജ്യങ്ങളിലൊക്കെ സ്പേസ് ഹീറ്റർ പറഞ്ഞൊരു സാധനമുണ്ട്, അത് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിൽ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. കാർബോക്സി ഹീമോഗ്ലോബിൻ ലെവൽ ഷുഡ് ബി ഒബ്റ്റൈൻഡ് കൺഫേം ദ എക്സ്പോഷർ. നമുക്ക് അതായത് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ഈ കാർബൺ മോണോക്സൈഡ് ചേരുന്ന സമയത്ത് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നാലാമത്തെ പോയ്സണിങ് ആണ് നമ്മുടെ എത്തിലീൻ ഗ്ലൈക്കോൾ പോയ്സണിങ്. സോ അതിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ, അങ്ങനെ അത് എടുത്ത് കുടിച്ചാൽ എന്തൊക്കെയാണ് അയാൾക്ക് സംഭവിക്കുക, അറ്റാക്സിയ ഞാൻ പറഞ്ഞു, നിൽക്കാൻ പോലും പറ്റില്ല. നയസ്റ്റാഗ്മസ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും, nausea and vomiting, decreased deep tendon reflexes and severe acidosis and seizures, cerebral edema ഉണ്ടാവും, കോമ ആൻഡ് ഡെത്ത് വരെ സംഭവിക്കാം. അതുപോലെ തന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, സൈനസസ് ബ്ലൂ കളർ ആവും,
ടാക്കിക്കാർഡിയ റാപ്പിഡായിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. പൾമിനറി എഡിമ നമ്മുടെ ലങ്സിൽ എഡിമ ആയിരിക്കും. അതുപോലെ തന്നെ ന്യൂമാണൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേഷനും വരാം. സോ ഫ്ലാങ്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം ഒരുമാതിരി തരിപ്പുള്ള പെയിൻ ആയിരിക്കും. പിന്നെ കോസ്റ്റോ വെർട്ടിബിൾ ആംഗിൾ ടെൻഡേർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടിലിൻ്റെ പിൻഭാഗത്ത് ഒരു റീജിയൻ ഉണ്ട്, അതാണ് കോസ്റ്റോ വെർട്ടിബിൾ ആംഗിൾ എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര എന്താ പറയുക ടെൻഡർനെസ് ആയിട്ട്, അതായത് ഭയങ്കര ഹാർഡായിട്ട് പോലെ നമുക്ക് തോന്നും. പിന്നെ ഒലിഗ്യൂറിക് റീനൽ ഫെയിലിയർ, അതായത് കിഡ്നിക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള യൂറിൻ ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഗ്യാസ്ട്രിക് ലാവേജ്, അതായത് വയറ് ക്ലീൻ ചെയ്യുന്ന പരിപാടി. പിന്നെ IV എത്തനോൾ നമുക്ക് കൊടുക്കാം, ഫോമിപിസോൾ, പിരിഡോക്സിൻ ദാറ്റ് ഇസ് വൈറ്റമിൻ B6 ആൻഡ് സോഡിയം ബൈകാർബണേറ്റ്, ഹീമോ ഡയാലിസിസ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. സോ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ കുടിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ അവരുടെ കണ്ണിൽ പെടാണ്ട് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് മെത്തനോൾ ടോക്സിസിറ്റി മേ കോസ് ഓൾട്രേഷൻ ഇൻ മെൻ്റൽ സ്റ്റാറ്റസ്. ഏത് സാധനം എടുത്ത് കുടിച്ചാലും നമ്മൾ മെൻ്റൽ സ്റ്റാറ്റസ് ആകെ തകർക്കും അല്ലേ. സോ എത്തിലീൻ ഗ്ലൈക്കോസിസ് പ്രൊഡ്യൂസസ് എ മെറ്റബോളിക് അസിഡോസിസ് ഫ്രം ദ ടോക്സിക് മെറ്റബോളിസം. അപ്പോൾ ഒരു മെറ്റബോളിക് അസിഡോസിസ് ഫോമാണ് അവിടെ ഫോം ചെയ്യുന്നത്. പിന്നെ യൂറിൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും ഹൈപ്പോ കാൽഷ്യമിക്, അതായത് കാൽഷ്യം മൊത്തം അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തായി കാൽഷ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞു. അപ്പോൾ ഹൈപ്പോ കാൽഷ്യമി നമുക്ക് കാണാൻ പറ്റും. റീനൽ ഫെയിലിയർ കാണാൻ പറ്റും അല്ലേ. ടാർഗറ്റ് ഓർഗൻ ഓഫ് ടോക്സിസിറ്റി ഏതാ? നമ്മുടെ കിഡ്നിയാണ്. നമ്മൾ പറയില്ലേ പാരസെറ്റമോൾ കുറേ എടുത്തു എന്ന് പറഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും എന്ന് പറയില്ലേ. മെയിൻ ഓർഗനാണ് ടോക്സിസിറ്റി വരാനുള്ള ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുന്നത്. ടോക്സിസിറ്റി കാരണം നശിച്ചു പോകുന്ന ഒരു ഓർഗനാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, തയമീൻ ആൻഡ് പിരിഡോക്സിൻ ആർ ദ കോ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ ഒരു മെറ്റബോളിസം നടക്കാനായിട്ട് കോ ഫാക്ടേഴ്സായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? തയമീനും പിരിഡോക്സിനും. സോ ഇത്രയാണ് നമുക്ക് ടോക്സിക്കോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യു പേഷ്യൻസ് ഹിയറിങ്. നിങ്ങൾക്ക് ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് DHA, MOH, ബഹ്റൈൻ, GCC കൺട്രീസിലോട്ടുള്ള എല്ലാ കോഴ്സസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. സോ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. താങ്ക് യു സോ മച്ച്.